അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും പരിപാവനമായ റമളാനിൻ്റെ 19ാമത്തെ രാവിലേക്ക് കടന്നു. നാളെ 19ാമത്തെ പകലാണ്. വിട പറയാൻ ഒരുങ്ങുന്നു റമളാനിൻ്റെ 2ാമത്തെ 10 ദിനങ്ങൾ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇഖ്ലാസ് കുറവാണ്, തഖ്വ കുറവാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനെ. 19ാമത്തെ രാവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാൻ. കഴിഞ്ഞത് 17ാം രാവായിരുന്നു. അന്ന് നമ്മൾ ലൈലത്തുൽ ഖദറിനെ ചോദിച്ചു. ഇതിപ്പോൾ 19ാം രാവാണ്. ഇനി വരുന്നത് 21ാം രാവാൻ. അതായത് ലൈലത്തുൽ ഖദറിനെ എന്തായാലും പ്രതീക്ഷിക്കേണ്ട രാവാൻ. അവസാനത്തെ ഒറ്റ രാവിലേക്ക് നമ്മൾ ഇനി പ്രവേശിക്കുന്നു. ഇത് 19ാം രാവാൻ. ഇൻഷാ അല്ലാഹ് ഇന്നും നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അതിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ സാധാരണ ചെയ്യുന്ന സൂറത്ത് യാസീൻ ഓതുക, സൂറത്തുൽ വാഖിയ ഓതുക, അതുപോലെ മുൽക്ക് ഓതുക, അതൊക്കെ ഓതിയിട്ട് സാവകാശം നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുത്താൽ മതി. ഇത് നാളെ പകലും നിങ്ങൾക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദിക്റിൻ്റെ മജ്‌ലിസിലേക്ക് കടക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റിനുമുള്ള ശ്രേഷ്ഠത, പവിത്രത, മഹത്വം അത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ആളുകളാണ് ഉസ്താദേ ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, ദുഃഖമാണ്, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ഭർത്താവ് പിണക്കത്തിലാണ്, ഭാര്യ മിണ്ടുന്നില്ല, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അതുപോലെ ജോലിയിൽ വലിയ കഷ്ടപ്പാടാണ്, സ്വന്തമായി വീടില്ല, അതുപോലെ തന്നെ രോഗങ്ങളാണ്, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കടങ്ങളാണ്, ഇങ്ങനെ എത്രയോ പ്രയാസങ്ങൾ, പരിഭവങ്ങൾ പറയുന്ന ദ്വാവസീത്ത് പറയുന്ന ആളുകൾ, അങ്ങനെ ദ്വാവസീത്ത് പറയാത്ത ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു, ജോലിയില്ലാതെ, തിരിച്ച് കയറി വരാൻ അതിനുള്ള സൗകര്യം കിട്ടാതെ, അതുപോലെ ശമ്പളം കെട്ടിക്കിടക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാവർക്കുമുള്ളത്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ഒരുപാട് പേര് പ്രയാസത്തിലാണ്. ജപ്തി, ലോൺ എടുത്തെടുത്ത് അവസാനം കുടുങ്ങിപ്പോയി, ആത്മഹത്യയാണ് മുന്നിലെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ നമുക്ക് ഒരു ദുആയുണ്ട്. ഈ ദുആ നമ്മൾ സാധാരണ ഇത് പറയും, അയ്യേ ഈ ദുആയാണോ എന്ന് നമ്മൾ തള്ളിക്കളയേണ്ട ദുആയല്ല. നമ്മുടെ ദുന്യാവ്, നമ്മുടെ എല്ലാ മേഖലയും, ദുന്യാവും, നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് പോയി കിടക്കേണ്ട ഖബറും, അതിനുശേഷം നമ്മുടെ വിചാരണ നാൾ, അല്ലേ, അവിടെയൊക്കെ വിജയം, എല്ലായിടത്തും വിജയം, എല്ലാ സ്ഥലത്തും വിജയം. ആ വിജയം കിട്ടാൻ നമ്മൾ എന്തായാലും എപ്പോഴും എല്ലാ ദുആയിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ടൊരു ദുആ, വിശുദ്ധമായ ഖുർആനിലെ ദുആ, നബി തങ്ങൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ദുആ പറഞ്ഞു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പ്രധാനപ്പെട്ടൊരു ദുആയാണ്, ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. അത് വല്ലാത്തൊരു അടിമ ചോദിക്കുന്ന, താണ് കേണ് ചോദിക്കുന്ന ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ മാത്രമല്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞും അതല്ലാതെ ഫ്രീ ആകുന്ന ഏത് ടൈമിലും ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണം, മറന്നു പോകരുത്. اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي ذنوبي يا رب العالمين
അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമളാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ എല്ലാ സമയത്തും പറയൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, പ്രത്യേകമായി പറയേണ്ട, പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമായ ദിക്ർ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു നീ അല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. അസ്അലുക്കൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്, സ്വർഗ്ഗം ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം തരണേ അല്ലാഹ്. 4 കാര്യം. ഈ 4 കാര്യവും എപ്പോഴും ചോദിക്കണം. നമുക്കൊന്ന് ചോദിച്ചാലോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ. സ്വർഗ്ഗം മുന്നിൽ കണ്ട്, നരകം മുന്നിൽ കണ്ട് അല്ലാഹു ആ സ്വർഗ്ഗത്തിലേക്ക് കടത്തണം, ആ നരകത്തിൽ നിന്നുള്ള മോചനം തരണം എന്ന് മനസ്സിൽ കരുതി പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. പരിശുദ്ധമായ റമളാനിൻ്റെ 2ാമത്തെ 10-ലാണുള്ളത്. മഗ്ഫിറത്തിൻ്റെ 10, പാപമോചനത്തിൻ്റെ 10. പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹു ഒരുപാട് വഴി നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. നിസ്കാരം കൃത്യമാക്കുക, പാപം പുറത്തു കിട്ടും. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. സ്വതക്ക കൊടുക്കുന്ന സമയത്ത് പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. നല്ലതുപോലെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പാപം പൊറുക്കണേ എന്ന് നമ്മൾ അള്ളാഹിനോട് പ്രത്യേകമായി പറയുമ്പോൾ അത് ദിക്റിലൂടെയാവട്ടെ, തസ്ബീഹിലൂടെയാവട്ടെ, ദുആയിലൂടെയാവട്ടെ, അങ്ങനെയും നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അപ്പോൾ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും നല്ല വഴി ഇസ്തിഗ്ഫാർ പറയലാണ്. ഇസ്തിഗ്ഫാർ 2-3 ഒരുപാട് ഇനമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഇസ്തിഗ്ഫാറിൻ്റെ പല ഇനങ്ങളുണ്ട്. എല്ലാ ഇസ്തിഗ്ഫാറും
നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് ഇസ്തിഗ്ഫാർ, വ്യത്യസ്തമായ ലഫ്ളുകളുള്ള വാക്യങ്ങളുള്ള പല ഇസ്തിഗ്ഫാറും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. ഏത് ഇസ്തിഗ്ഫാറാണ് പടച്ചോൻ സ്വീകരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിച്ചെടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് നമുക്ക് 2-3 ഇസ്തിഗ്ഫാർ പറയാം. ആദ്യം പറയുന്നത് അള്ളാഹുവിൻ്റെ യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ ചേർത്തിട്ട് പറയുന്ന ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ഇസ്തിഗ്ഫാർ ആദ്യം പറയാം. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ الإكرام أستغفر الله العظيم يا ذا الجلال والإكرام 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 أستغفر الله العظيم يا ذا الجلال والإكرام. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നൊക്കെ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് ഒരു പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ പഴം കഴിച്ചുപോയി. അതൊക്കെ നമുക്കറിയാലോ ആ സംഭവം. അപ്പോൾ അതിലൊരു മനം നൊന്തിട്ട് മഹാനായ ആദം നബി ഒരുപാട് അള്ളാഹുവിനോട് തൗബ ചെയ്തു എന്നാണ്. എങ്ങനെയാ തൗബ ചെയ്തത്? സുജൂദിലും റുക്കൂഇലും അതല്ലാത്ത സമയത്തുമൊക്കെ. നമ്മുടെ കിതാബിൽ കാണുന്നത് 40 വർഷം അല്ലെങ്കിൽ 40 ദിവസം അങ്ങനെയും കാണുന്നുണ്ട്, 40 മാസം. അപ്പോൾ അത്രമാത്രം മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം അല്ലാഹു തആല തൗബ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ തൗബ ചെയ്താൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറ്റിപ്പോയ ഒരു പിഴവിൻ്റെ പേരിൽ മഹാനവറുകൾ പറഞ്ഞ തൗബയുണ്ട്. ആ തൗബ നമുക്കും പറഞ്ഞാലോ? അല്ലാഹു നമ്മുടെ പിഴവുകളും തെറ്റുകളൊക്കെ പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين വിശുദ്ധമായ റമളാനിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണം. റമളാൻ നമ്മളോട് സലാം പറഞ്ഞു പോയി അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ രണ്ട് രൂപത്തിലാണ് നമ്മളെപ്പറ്റി പറയുക. ഒന്ന് അനുകൂലമായി പറയും, രണ്ട് പ്രതികൂലമായി പറയും. എങ്ങനെയാണ് പ്രതികൂലമായി പറയുന്നത്? പടച്ചോനെ, ഞാൻ അവൻ്റെ അടുക്കൽ 30 ദിവസം ഉണ്ടായിരുന്നു, അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. അവൻ നോമ്പൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ അവൻ സൂക്ഷ്മതയില്ലാത്തവനാണ്. കണ്ണ് സൂക്ഷിച്ചില്ല, കാത് സൂക്ഷിച്ചില്ല, നിസ്കാരത്തിൽ വേണ്ട ശ്രദ്ധയില്ല. അതുപോലെ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പിൻ്റെ മുറിയുന്ന കാര്യങ്ങളൊക്കെ പലതും അവൻ ചെയ്തു പോയി. അങ്ങനെ നമ്മളെപ്പറ്റി പ്രതികൂലമായി പറയും. അതുണ്ടാവരുത്. എപ്പോഴും അനുകൂലമായി പറയുന്ന, അല്ലാഹുവേ, അവൻ എന്നെ സ്വീകരിച്ചു, അവൻ എന്നെ ഉപയോഗപ്പെടുത്തി, അവൻ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, തസ്ബീഹുകൾ പറഞ്ഞു, അവൻ ഒരുപാട് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, ഖുർആൻ ഓതി എന്നൊക്കെ നമ്മളെപ്പറ്റി അനുകൂലമായി പറയണം. അപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ഇറക്കേണ്ടത്? അല്ലാഹുവേ, പടച്ചവനെ, ആ ദുആ നമ്മൾ പറയാറുണ്ട്. ആ ദുആൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഈ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമായ സാക്ഷിയാക്കണം, പ്രതികൂലമായ സാക്ഷിയാക്കരുത്. ഞങ്ങൾക്ക് ഷാഹിദാക്കണം, അല്ലേ, നല്ല സാക്ഷിയാക്കണം. അതുപോലെ നല്ല തെളിവാക്കണം, മോശപ്പെട്ട തെളിവാക്കരുത് എന്ന് പറയുന്ന ദുആ. ആ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞോ: اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان
شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا الحمد لله അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ റമളാനിന്റെ ഈ രണ്ടാമത്തെ പത്തിൽ ഈ സുന്ദരമായ ദിനത്തിൽ നമ്മൾ ഈ ചൊല്ലിയ നമ്മൾ പറഞ്ഞ നമ്മൾ അള്ളാഹുവിലേക്ക് തേടിയ ഈ ദുആയും ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അള്ളാഹു താല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചൊല്ലിയ സമയത്ത് പല ചിന്തയിൽ ചൊല്ലിയവരുണ്ട് അല്ലേ, ചിലപ്പോൾ ശ്രദ്ധ തെറ്റിപ്പോയവരുണ്ട്, ആത്മാർത്ഥത നമുക്ക് കുറഞ്ഞുപോയ സമയങ്ങളുണ്ട്. എല്ലാം അള്ളാഹു താല മാപ്പ് തന്ന് നമ്മുടെ ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് അതൊക്കെ ഓതി നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അല്ലാഹുവേ പടച്ച റബ്ബേ, വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ രണ്ടാമത്തെ പത്ത് വിട പറയുകയാണ്. ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. റബ്ബേ, നിന്റെ മഗ്ഫിറത്ത് തരണേ അല്ലാ, മർഹമത്ത് തരണേ അല്ലാ. അല്ലാഹു, നിന്റെ പാപമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റമളാനിന്റെ മൂന്നാമത്തെ പത്ത് ഞങ്ങളിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുകയാണ്. നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. റമളാനിന്റെ ഈ ദിവസം വരെ, ഈ രാവ് വരെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകൾ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള തസ്ബീഹുകൾ, ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഒരുപാട് ന്യൂനതകളുണ്ടെല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനേ. പരിശുദ്ധമായ മൂന്നാമത്തെ പത്തിന്റെ ലൈലത്തുൽ ഖദർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. റബ്ബേ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. വിശുദ്ധമായ റമളാൻ ഞങ്ങൾ പിടിക്കുന്ന നോമ്പിൽ ഒരുപാട് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, എല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് റമളാൻ അനുകൂലമായ സാക്ഷിയാക്കി തരണേ അല്ലാ. കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ ദിക്റുകളെ, ഞങ്ങളുടെ തസ്ബീഹുകളെ, ഞങ്ങളുടെ സ്വലവാത്തുകളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് ഞങ്ങൾ ഇതാ കടന്ന് ആ രണ്ടാമത്തെ പത്തിന്റെ സുന്ദരമായ പവിത്രമായ ഒരു ദിനത്തിലാണ്, ഒരു രാവിലാണ് ഞങ്ങൾ ഉള്ളത്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും എല്ലാം നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിന്റെ നോമ്പുകൾ ഞങ്ങൾ പിടിക്കുകയാണ്, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഫർദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാ തെറ്റുകളും അബദ്ധങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ്, ഇത് ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്, സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതകാലത്ത് തെറ്റുകളില്ലാതെ, പാപങ്ങളില്ലാതെ നല്ല ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ വാപ്പ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ കൂട്ടുകാര്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര്, ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ മരുമക്കൾ, അല്ലാഹുവേ, സഹോദരി സഹോദരന്മാർ, ആരെല്ലാം മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് കഴിയുന്നു, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാനിന്റെ പ്രകാശം കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആനിന്റെ ഹക്ക് കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാനുള്ളവരാണ്. അതിനു മുമ്പ് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. ആ ദീർഘായുസാകുന്ന, ആഫിയത്താകുന്ന അല്ലാഹുവേ, ആ ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഖബറിന്റെ ഞെരുക്കമുണ്ടെന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാത്തവരായിരിക്കും മുഅ്മിനീങ്ങളെന്നാണ്. റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ.
അള്ളാഹുവെ പടച്ചവനെ, ഈ ആമീൻ പറയുന്ന ഉമ്മമാര് ഉപ്പമാര് സാധുക്കളാണ്. അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മുഅ്മിനീങ്ങൾ അവരൊക്കെ പറയുന്ന ആമീൻ നീ സ്വീകരിക്കണേ അള്ളാഹുവെ പടച്ചവനെ, ഒരുപാട് ബീവിമാര് ഉസ്താദുമാര് സയ്യിദന്മാര് പാവപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉമ്മമാര് ഉപ്പമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അർഹമായ പ്രതിഫലം തരണേ അള്ളാഹുവെ, വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അള്ളാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങളോട് വിട പറഞ്ഞു പോയി. നിന്റെ റഹ്മത്ത് നിന്റെ കാരുണ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും ഉള്ളത് മഗ്ഫിറത്തിന്റെ 10ലാണ്. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് തരണേ പാപമോചനം തരണേ അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഖൈറായ മക്കൾ അവർക്കും ഞങ്ങൾക്കും തരണേ അള്ളാഹുവേ പടച്ചവരെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ സ്വാലിഹാത്തുകളാക്കണേ അവരുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു, റിസൾട്ട് പലരും കാത്തിരിക്കുന്നു. ഉന്നതമായ വിജയം കൊടുക്കണേ അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ കെട്ട കാലമാണ്, മോശപ്പെട്ട കാലമാണ്, സംവിധാനങ്ങൾ ഒരുപാട് മോശമാണ്. റബ്ബേ അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വഴിതെറ്റി പോകുന്നതിനെ തൊട്ട് കാക്കണേ ഇന്ന് മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ മദ്യത്തിന്റെ അതുപോലെ തന്നെ അശ്ലീല പ്രവർത്തനങ്ങളുടെ കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അള്ളാഹുവേ, മക്കള് ജയിലിലാണ് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നോ വാർത്ത കേട്ട് തകർന്നു പോകുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അവരുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അള്ളാഹുവെ പടച്ചവൻ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയ്യത്തിലാക്കണേ ആൺകുട്ടികളെ കാക്കണേ പെൺകുട്ടികളെ കാക്കണേ അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണേ സ്വസ്ഥത തരണേ സമാധാനം തരണേ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നീ ഖൈറിലാക്കണേ അള്ളാഹു, ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി തരണേ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടം ബിസിനസ് നീ ലാഭകരമാക്കണേ അള്ളാഹുവെ, ഹലാലായ സമ്പത്ത് തരണേ ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് മുഅ്മിനീങ്ങൾ റബ്ബേ, ഓരോ ദിവസവും വീഡിയോകൾക്ക് താഴെ ഞങ്ങളുടെ വീഡിയോകൾക്ക് ഞങ്ങളുടെ ദുആഇന്റെ മജ്ലിസുകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയാറുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല, അവരേത് നാട്ടുകാരാണെന്നറിയില്ല, എല്ലാം നീ അറിയുന്നവനാണ് അള്ളാഹുവേ, നീ സാക്ഷിയാണ്. ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയ്യത്ത് പറയുന്നു. ഒരുപാട് പേർക്ക് കമന്റ് എഴുതാൻ അറിയില്ല, ഉസ്താദെ നിങ്ങൾ ദുആരക്കണമെന്ന് നേരിട്ട് കണ്ടു പറഞ്ഞവരുണ്ട്. റഹ്മാനെ അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് നേരിട്ട് കണ്ടു പറയുന്നു, കമന്റിലൂടെ എഴുതി പറയുന്നു, എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ ദിക്റിന്റെ മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയുന്നത്. നീ ഉത്തരം തരണേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ ആരെല്ലാം എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദ് കരുതുന്നുണ്ടോ ഹാസിലാക്കി കൊടുക്കണേ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് റമളാനിന്റെ ഹക്ക് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കണേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹുവേ, കടം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാനാവാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, ആ ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ പടച്ച റബ്ബേ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രയോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ടും രോഗങ്ങൾ മാറാത്ത, പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഞങ്ങളുടെ ഈമാനിനെ നീ കവർന്നെടുക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗം, ഞങ്ങളുടെ ഉമ്മയുടെ, ഞങ്ങളുടെ വാപ്പയുടെ, ഞങ്ങളുടെ ഭർത്താവിന്റെ, ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാഹുവേ. ഒരുപാട് ആളുകൾ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. അതുപോലെ ബ്രെയിൻ ട്യൂമർ വന്നു, സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു, മറ്റു ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അതുപോലെ യൂറിക് ആസിഡ്, തൈറോയിഡ്, അതുപോലെ വെരിക്കോസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അതുപോലെ തന്നെ ന്യൂറോ പ്രശ്നങ്ങൾ, നരമ്പിന്റെ രോഗങ്ങൾ, വൈറസ് സംബന്ധമായ അസുഖങ്ങൾ. റഹ്മാനെ, ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ നിരവധി അസുഖങ്ങൾ പലർക്കുമുണ്ട്. അല്ലാഹുവേ, ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും നീ ശിഫ
ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവരെ നീ ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയത്തിലാക്കണേ അല്ലാ. അവരെഴുതുന്ന പരീക്ഷകൾ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ സ്വന്തമായി വീടില്ല, വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖൈറായ എളുപ്പവഴി തുറന്നു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിദേശത്തുള്ള പ്രവാസികളായ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്, അവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. ലക്ഷദ്വീപുകാരായ ഒരുപാട് പേരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞു, അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം ഒരുപാട് പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്. റബ്ബേ ഞങ്ങളെ ചോദിക്കുകയാണ്, എന്തെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഹലാലായ മുറാദുണ്ടോ ഹാസിലാക്കി തരണയല്ല, വിഷമങ്ങളുണ്ടോ മാറ്റിത്തരണയല്ല. അല്ലാഹുവേ വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് മഗ്ഫിറത്ത് തരണയല്ല. അല്ലാഹുവേ നരകമോചനം തരണയല്ല, സ്വർഗ്ഗപ്രവേശനം തരണയല്ല. ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കബൂലാക്കണയല്ല. ഈ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ രോഗങ്ങളായി മറ്റ് പ്രയാസങ്ങളായി കഴിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്. അല്ലാഹുവേ അവർക്കും നീ പ്രതിഫലങ്ങൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉസ്താദേ ഞങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പരിഭവം പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഖുർആൻ ഓതാൻ കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റമളാൻ അവർക്കും ഞങ്ങൾക്കും നീ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹുവേ പടച്ചവനെ ആക്സിഡന്റ് പറ്റി മണിക്കൂറുകളോളം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയൊന്നും വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഹോസ്പിറ്റൽ കഴിയുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് റഹ്മാനെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നസീബാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. റബ്ബ് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ദുആയിനെ കബൂലാക്കട്ടെ. ഒരുപാട് പേര് വീണ്ടും ഒക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസ് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടു കൂടി നമ്മൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.